അമ്മ സംഘടനയിലെ ഹൻസിബ വളരെ വിഷമത്തോടു കൂടി വന്നതെന്ന് പറയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂർ ഇരുന്നു, പക്ഷെ അവർ വേണ്ട നടപടികൾ എടുത്തില്ല. ഹൻസിബ പറയുന്നവർ അവർ കേൾക്കുന്നില്ല. ഹൻസിബ എപ്പോഴും പറയുന്നവർ കേട്ടോണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം ഹൻസിബ പറയുന്നവർ കേൾക്കുന്നില്ല. ഹൻസിബ പറയുമ്പോ കേൾക്കണ്ടേ? ശരിയാണ്, ആര് പറഞ്ഞാലും കേൾക്കണം. ഇനി ഹൻസിബ വ്യത്യാസമൊന്നുമില്ല. അവിടെ ചെന്നാൽ മിക്കവാറുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പലരുടെ അവസ്ഥ. അത് ഹൻസിബയ്ക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മളൊക്കെ ഒരുപാട് കാണുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കാറുണ്ട്. നമ്മളിപ്പോ ഒരാൾ തോക്കുമായി വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാറിനാണെങ്കിൽ ചിലപ്പോൾ തോക്കില്ലാതെ FIR ഇടുന്ന പോലീസുണ്ട്. അതുപോലെ തന്നെ സിനിമാക്കാരൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ലോക്കപ്പിലൊക്കെ നിർത്തി ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്ന പോലീസുകാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പോലീസുകാരൊക്കെ ഉണ്ട്. ഹൻസിബയെ ഈ വിഷമമൊക്കെ പറയുമ്പോൾ ആ പാവപ്പെട്ട ആറാട്ടനെതിരെ എന്തോ എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ അവരൊന്നും ഇങ്ങനത്തെ തീട്ടക്കേസൊന്നും എടുക്കാറില്ല. എടുത്തിട്ട് അവനെ അകത്തിട്ട പാർട്ടിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഹൻസിബ അങ്ങനെ വലിയ ഡയലോഗ് നടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്താ പരിപാടി എന്നുള്ളത്. അങ്ങനെ വലിയ എന്താ പറയാ, അപ്പൊ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളവരുടെ അടുത്ത് ചിലപ്പോ ഹൻസിബയുടെ ഇൻഫ്ലുവൻസ് നടക്കത്തില്ലേ. അത്രയും മനസ്സിലാക്കിയ പോരെയില്ല. അതിന് വന്ന് എന്തിനാ ഈ കിടന്ന് വർത്താനം പറയുന്നത്? നമ്മളും ഇതാ ചെയ്യുന്നത്, അവരും അതാ ചെയ്യുന്നത്, എല്ലാവരും ഇതൊക്കെയാ ചെയ്യുന്നത്. നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അതൊക്കെ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. എന്താണെന്നറിയില്ല, അങ്ങനെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുക, നമ്മളെക്കാൾ എന്താ തിരിച്ചടിക്കത്തില്ല കടിക്കത്തില്ല എന്ന് ഉറപ്പുള്ള സാധനത്തിലൊക്കെ ചെന്ന് തല്ലുകയും കടിക്കുകയും ചെയ്യുക, അങ്ങനൊന്നും ചെയ്യാറില്ല. പിന്നെ ഇനി ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ടാണ് പരാതി കൊടുക്കുന്നതെങ്കിലും അതിലും നിൽക്കരുത്. അങ്ങനെ വേറൊരാളുടെ പരിപാടിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫേം സ്റ്റാൻഡൊക്കെ എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ വായും പിടിച്ചിരിക്കേണ്ടി വരും. സ്വന്തം കാര്യം വന്നാലും നടക്കത്തില്ല. കാരണം അവർക്കറിയാലോ വെല്ലവർക്കും വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ആളാണെന്ന്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടേ? അങ്ങനെ നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. അതാണ് ഈ വെല്ലവനും വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുടെ കുഴപ്പം. സ്വന്തമായി പണിയെടുക്കാൻ അറിയാമെങ്കിൽ ഈ ഗതികേട് വരത്തില്ല. നേരത്തെയൊക്കെ ചെന്നപ്പോൾ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നത് വേറെ പലരും വിളിച്ചൊക്കെ പറയുമ്പോഴാണ്. അല്ലാതെ നമുക്കറിയാം ഇതൊക്കെ ആരെയാ പറയുന്നതെന്നും എന്തിനാ പറയുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ളവർക്കൊന്നും വലിയ വില ഉണ്ടാകത്തില്ല. അത് ആ തണലിൽ നിഴലിൽ അങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ സംഭവമൊന്നും ആകാൻ പറ്റത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരിങ്ങനെ ഇന്റർവ്യൂലോ ഏതാണ്ട് മീഡിയക്കാരോട് പറയുന്നുണ്ട്, ഞാൻ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, അവരെന്നെ അങ്ങനെ എടുത്തില്ല, തലയിലോട്ടെടുത്ത് കയറ്റി വെച്ചില്ല, ഭയങ്കര ട്രീറ്റ്മെന്റ് ഒന്നും തന്നില്ല, ജ്യൂസ് തന്നില്ല, മറ്റേ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറയാം എല്ലാ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാം. പാതിരാത്രി ചെന്നാലും ഇവർ ഗുഡ് മോർണിംഗ് പറയുമായിരിക്കും. അയ്യോ ഇനി അതെങ്ങനെ തിരുത്തും? പക്ഷെ എന്തൊരു കഷ്ടമാണ്, വലിയ കാര്യമായി പോയി ഗുഡ് മോർണിംഗ് പറയുന്നു. അതിന് ഭയങ്കര തന്നെ ഓരോ മാറ്റങ്ങൾ. അപ്പൊ ശരി, ബൈ.